എല്ലാവർക്കും നമസ്കാരം. ഏതൊരവസ്ഥയിലും കൂടെ കൂട്ടാവുന്ന ചില ബ്ലൂ ചിപ്പ് ഓഹരികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഓഹരി വിപണി എന്നും ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമ്മൾ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചാഞ്ചാട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ഏതൊരു തകർച്ചയ്ക്കിടയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില ബ്ലൂ ചിപ്പ് ഓഹരികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപണി ഏത് അവസ്ഥയിലാണെങ്കിലും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗമായിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലൂ ചിപ്പ് ഓഹരികളാണ്. അപ്പോൾ ചില ന്യൂ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്, വലിയ റിട്ടേൺസ് നൽകുന്ന മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ നിക്ഷേപിക്കുന്നതല്ലേ കൂടുതൽ നല്ലത് എന്നുള്ളത്. ബ്ലൂ ചിപ്പ് ഓഹരികൾ എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റോക്കുകളൊന്നുമല്ല. എന്നാലും ഏത് തകർച്ചയിലും മാന്യമായ റിട്ടേൺ നൽകുന്നതും നഷ്ടസാധ്യത വളരെ കുറവുള്ളതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ബ്ലൂ ചിപ്പ് ഓഹരികളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി പുതിയ ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു സംശയമായിരിക്കും, ബ്ലൂ ചിപ്പ് ഓഹരികളൊക്കെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു, അപ്പോൾ ഇനി അതിന് വളർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൂ ചിപ്പ് ഓഹരികൾക്ക് വളർച്ച ഇനി നൽകാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ ഓൾറെഡി അവരുടെ ബ്രാൻഡ് സ്ഥാപിച്ചു കഴിഞ്ഞു. കയ്യിലുള്ള വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കും അവരുടെ ഓഹരി ഉടമകൾക്കും വലിയ സമ്പാദ്യം ഭാവിയിൽ നേടിക്കൊടുക്കാനായിട്ട് ബ്ലൂ ചിപ്പ് ഓഹരികൾക്ക് സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന് എടുക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ തന്നെ വലിയ ബ്ലൂ ചിപ്പ് ഓഹരികളിലെ ഏറ്റവും വലിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഓഹരിയാണ്. റിലയൻസ് അതിന്റെ വ്യവസായത്തിലെ വിപണി ലീഡറാണ്. ഒരുപാട് ഉപഭോക്താക്കളുണ്ട്. തങ്ങളുടെ സമ്പാദ്യം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർ വീണ്ടും ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ റിലയൻസ് കടന്നു വരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ജിയോയിലൂടെ അവർക്ക് ആ മേഖല, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖല വലിയ രീതിയിൽ പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അവരുടെ ശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ ഉപയോഗിച്ചിട്ട് 4G ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഒരുപാട് പുതിയ ഉപഭോക്താക്കളെ അവർക്ക് നേടാനും സാധിച്ചു. ഇതോടെ ഈ വ്യവസായത്തിലെ പ്രാരംഭ ചെലവ് ഒരുപാട് വലിയ തുകയായതുകൊണ്ട് തന്നെ ചെറിയ കമ്പനികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ റിലയൻസ് തന്നെ ഇതിൽ വലിയ മേൽക്കൈ നേടുന്നത് നമ്മൾ കാണാനിടയായി. അതുകൊണ്ട് തന്നെ ഏത് ബ്ലൂ ചിപ്പ് ഓഹരിക്കും തങ്ങളുടെ വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വിപണി പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല ബ്ലൂ ചിപ്പ് ഓഹരി എന്ന് പറയുന്നത് രാഹുൽ ദ്രാവിഡിനെ പോലെയാണെന്നാണ് പറയുക. കാരണം രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുന്തൂണായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഒരുപാട് വിക്കറ്റുകൾ പിഴുതെറിയപ്പെടുന്ന സമയത്തും രാഹുൽ ദ്രാവിഡ് ഒരു തലയ്ക്ക് ഒരു പില്ലറായിട്ട്, ഇന്ത്യൻ ടീമിന്റെ ഒരു പില്ലറായിട്ട് നിലകൊണ്ടിരുന്ന ഒരു ക്രിക്കറ്ററായിരുന്നു രാഹുൽ ദ്രാവിഡ്. ഏത് തകർച്ചയിലും ഇന്ത്യൻ ടീമിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു രാഹുൽ ദ്രാവിഡ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ദ്രാവിഡിന് ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയധികം ആരാധകരും. നേരത്തെ ഇന്ത്യൻ അണ്ടർ-17 ക്രിക്കറ്റിന്റെ കോച്ചായിട്ടും ഇപ്പോൾ ഇന്ത്യൻ മെയിൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ടൊക്കെ രാഹുൽ ദ്രാവിഡിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം, അതായത് സ്ഥിരതയോടുകൂടിയിട്ടുള്ള ഒരു പെർഫോമൻസ്. അപ്പൊ അതുപോലെ തന്നെയാണ് ബ്ലൂ ചിപ്പ് ഓഹരികൾ. ഏത് വിപണിയുടെ തകർച്ചയിലും ഒരു പരിധിയിൽ വിട്ട് തകർന്നു പോവാതെ പിടിച്ചു നിൽക്കുവാനും അതോടൊപ്പം തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ വലിയ വളർച്ചയും അത്യാവശ്യം തരക്കേടില്ലാത്ത, മോശമില്ലാത്ത നേട്ടവും ഓഹരി ഇൻവെസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ കമ്പനിക്കും നേടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ബ്ലൂ ചിപ്പ് ഓഹരികൾ കാഴ്ചവെക്കുന്നത്. ഈ 10 ബ്ലൂ ചിപ്പ് ഓഹരികളെ പരിചയപ്പെടുത്തുന്ന മുമ്പായിട്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഓർമ്മിപ്പിക്കണം. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക ഈ ഇൻഫർമേഷൻസ്. അപ്പോൾ അവർക്ക് കൂടെ അത് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള നിങ്ങളുടെ റെഫറൻസിന് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. എണ്ണ പരിവേഷണം, പെട്രോളിയം ശുദ്ധീകരണം, പെട്രോ കെമിക്കലുകളുടെ വിപണനം, റിലയൻസ് റീറ്റെയിൽ, റിലയൻസ് ജിയോ എന്നിവയുമായിട്ട് റിലയൻസ് കൂടുതൽ വൈവിധ്യവൽക്കരിച്ചിരിക്കുന്നു. എല്ലാ ബിസിനസ്സുകളുടെയും കൂടി കണക്കെടുത്താൽ 2021 സാമ്പത്തിക വർഷം 5.4 ട്രില്യൺ രൂപയുടെ ബിസിനസ് വരുമാനമുള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. കൂടുതൽ വരുമാനം നിലവിൽ എണ്ണ അനുബന്ധ മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. റീറ്റെയിൽ, ടെലികോം, ടെക്നോളജി മുതലായ മേഖലകളിൽ നടത്തിയ വലിയ നിക്ഷേപങ്ങളുടെ നേട്ടം ഭാവിയിൽ ഓഹരി ഉടമകൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കി തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ബ്ലൂ ചിപ്പ് ഓഹരി എന്ന് പറയുന്നത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. ആഭ്യന്തര പെയിന്റ് വ്യവസായത്തിൽ ഏകദേശം 50%, സംഘടിത പെയിന്റ് വ്യവസായത്തിൽ 70% വിപണി വിഹിതം ഏഷ്യൻ പെയിന്റ്സിനുണ്ട്. രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ച വിതരണ ശൃംഖലയുമുണ്ട് ഏഷ്യൻ പെയിന്റ്സിന്. ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച അഭിപ്രായമുള്ള ഒരു ബ്രാൻഡാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 21,172 കോടി രൂപ വരുമാനവും 3,178 കോടി രൂപ ലാഭവും നേടുകയുണ്ടായി. ഉൽപ്പന്ന ശ്രേണിയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ചേർക്കുകയും പെയിന്റുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ഹോം ഡെക്കറേഷൻ അനുഭവം നൽകുന്നതിനുള്ള വിപുലീകരണ തന്ത്രങ്ങളിലൂടെയും ഇനിയും വളർച്ച നേടാനായിട്ടുള്ള ഒരുപാട് സാധ്യത
സാധ്യതകൾ ഏഷ്യൻ പെയിന്റ്സിന് മുമ്പിലുണ്ട്. മൂന്നാമത്തെ ബ്ലൂ ചിപ്പ് ഓഹരിയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് HDFC ബാങ്കാണ്. ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസായത്തിലെ മുൻനിര സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. വിപണി വിഹിതത്തില് സ്ഥിരമായ വർധനയോടെ കാറ്, വീട്, വ്യക്തിഗത വായ്പകൾ, ക്രെഡിറ്റ് കാർഡ് ബിസിനസ് എന്നിവയിൽ മാർക്കറ്റ് മേധാവിത്വമുള്ള മുൻനിര വായ്പാ ദാതാവാണ് HDFC ബാങ്ക്. കോർപ്പറേറ്റ് വായ്പാ രംഗത്തും വളരെ ഉയർന്ന സ്ഥാനമുള്ള ഒരു കമ്പനിയാണ് HDFC ബാങ്ക്. 2020-21 ആകെ വരുമാനം 1,28,552 കോടി രൂപയും അറ്റാദായം 31,857 കോടി രൂപയുമായിരുന്നു. 13.3 ലക്ഷം കോടിയുടെ ലോൺ ബുക്ക് ഉണ്ട്. എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമുള്ള ഒറ്റത്തവണ പരിഹാരമായിട്ടാണ് HDFCയുടെ ബാലൻസ് ഷീറ്റും ശക്തമായ വരുമാന വളർച്ചയും. മികച്ച ആസ്തി ഗുണനിലവാരമുള്ളതിനാൽ ദീർഘകാല നിക്ഷേപത്തിന് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു ഓഹരിയാണ് HDFC ബാങ്ക്. നാലാമത്തെ ഒരു ബ്ലൂ ചിപ്പ് ഓഹരി എന്ന് പറയുന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഹെവി എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. 3.31 ലക്ഷം കോടിയുടെ ഭീമാകാരമായ ഓർഡർ ബുക്ക് സമീപ ഭാവിയിൽ ഉയർന്ന വരുമാന സാധ്യത സൂചിപ്പിക്കുകയാണ്. പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഹെവി എഞ്ചിനീയറിംഗ്, ഡിഫൻസ് എഞ്ചിനീയറിംഗ്, ഹൈഡ്രോ കാർബൺ, ഫിനാൻഷ്യൽ സർവീസസ്, IT, റിയാലിറ്റി എന്നീ മേഖലകളിലേക്ക് വൈവിധ്യവൽക്കരിച്ചിരിക്കുന്നു. 2020-21 1,35,979 കോടി രൂപ ലാഭവും അറ്റാദായം 4,668 കോടി രൂപയുമാണ്. വലിയ ഓർഡർ ബുക്കുകളും ഒന്നിലധികം ബിസിനസ്സുകളിലേക്കുള്ള വൈവിധ്യവൽക്കരണവും വഴി ഭാവിയിൽ ഉയർന്ന വളർച്ചാ സാധ്യതയാണുള്ളത്. അടുത്ത ഒരു ബ്ലൂ ചിപ്പ് ഓഹരി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണ്. ഏറ്റവും പഴയ FMCG കമ്പനികളിൽ ഒന്നാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. ഭക്ഷണപാനീയങ്ങൾ, ക്ലീനിങ് ഏജന്റുകൾ, ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നുണ്ട്. ഉയർന്ന ബ്രാൻഡ് മൂല്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിറ്റുവരവ് 47,000 കോടി രൂപയാണ്. കടബാധ്യതയില്ലാത്ത ഈ കമ്പനിക്ക് മാർക്കറ്റ് ലീഡറായ ഒന്നിലധികം ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തത് ആക്സ്, ലക്സ്, ഡോവ്, നോർ, ലിപ്ടൺ, ലൈഫ് ബോയ്, സർഫ് എക്സൽ, റിൻ, വിം, പോൺസ് എന്നിവ രാജ്യത്തെ എല്ലാ വീടുകളിലും തിരിച്ചറിയാവുന്ന ബ്രാൻഡ് നാമങ്ങളാണ്. ശക്തമായ സാമ്പത്തികവും ബ്രാൻഡ് മൂല്യവും നേതൃസ്ഥാനം നിലനിർത്താനായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സഹായിക്കുന്നുണ്ട്. ഏത് സാമ്പത്തിക മാന്ദ്യത്തെയും പ്രതിസന്ധിയെ നേരിടാനുള്ള കഴിവും HUL-നുണ്ട്. ആറാമതായിട്ടുള്ള അടുത്ത കമ്പനിയാണ് HDFC. HDFCയും HDFC ബാങ്കും തമ്മിൽ വ്യത്യാസമുണ്ട്. HDFC എന്ന് പറയുന്നത് മികച്ച വിതരണ ശൃംഖലയുള്ള മുൻനിര ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ബാങ്കിംഗ്, അസറ്റ് മാനേജ്മെന്റ്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവയിലേക്ക് വൈവിധ്യവൽക്കരിച്ചിരിക്കുന്നുണ്ട്. മാനേജ്മെന്റിന്റെ എക്സിക്യൂഷൻ റെക്കോർഡ്, മതിയായ മൂലധന നിലവാരം, കർശനമായ അണ്ടർ റേറ്റിംഗ് മാനദണ്ഡങ്ങൾ, ഉയർന്ന ആസ്തി നിലവാരം, വിവിധ അനുബന്ധ സെഗ്മെന്റുകളിലേക്കുള്ള വൈവിധ്യവൽക്കരണം എന്നിവ ഇനിയും വളർച്ചയ്ക്ക് ഒരുപാട് സഹായകരമാവുന്ന ഘടകങ്ങളാണ്. ഏഴാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ബ്ലൂ ചിപ്പ് ഓഹരി എന്ന് പറയുന്നത് സൺഫാർമയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ആഗോളതലത്തിൽ 43 നിർമ്മാണ പ്ലാന്റുകൾ, 36,000-ലധികം ജീവനക്കാരും ഉണ്ട്. 100-ലധികം രാജ്യങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. ആഗോള സ്പെഷ്യാലിറ്റി ജനറിക് കമ്പനികളിൽ 4ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് സൺഫാർമ. കാർഡിയോളജി, പെയിൻ, ഒഫ്താൽമോളജി, ഡയബറ്റിസ്, ഓൺകോളജി, അലർജി, ആസ്മ, ഗ്യാസ്ട്രോ എൻട്രോളജി എന്നിങ്ങനെയുള്ള തെറാപ്പി ഉൽപ്പന്നങ്ങളും സൺഫാർമ നിർമ്മിക്കുന്നുണ്ട്. എട്ടാമതായിട്ടുള്ള ബ്ലൂ ചിപ്പ് ഓഹരിയാണ് ITC. ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്നറിയപ്പെടുന്ന ITCക്ക് 5 സെഗ്മെന്റുകൾ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ബിസിനസ് ഉണ്ട്. സിഗരറ്റ്, FMCG, ഹോട്ടൽ, IT, പേപ്പർ ബോർഡുകൾ ആൻഡ് പാക്കേജിംഗ്, അഗ്രി ബിസിനസ് തുടങ്ങിയവയാണവ. 30,000-ഓളം ജീവനക്കാരുള്ള കമ്പനി ഇന്ത്യയിലെ സിഗരറ്റ് വിപണിയുടെ 77% കൈയാളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ITCയുടെ പ്രൊഡക്ട്സ് ഒരുപാട് സാധാരണക്കാർ ഉപയോഗിച്ച് വരുന്ന പ്രൊഡക്ട്സ് ആണ്. അത് ഈ പേരുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശീർവാദ്, സൺഫീസ്, ബിങ്കോ ഇപ്പി, വിവൽ തുടങ്ങിയ FMCG ഉൽപ്പന്നങ്ങൾ കമ്പനിയുടേതാണ്. ക്ലാസ്മേറ്റ് എന്ന ബ്രാൻഡില് നോട്ട് ബുക്കുകളും പേപ്പർ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ബ്ലൂ ചിപ്പ് ഓഹരിയാണ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയും ലോകത്തിലെ ഏറ്റവും വലിയ IT സേവന ദാതാവുമാണ് TCS. IT സേവനങ്ങൾ, കൺസൾട്ടൻസി, ബിസിനസ് സൊല്യൂഷൻ, ഡിജിറ്റൽ IT ഉൽപ്പന്നങ്ങൾ എന്നീ വിപുലമായ സേവനങ്ങൾ നൽകുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലേക്കും കടക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് IT സേവനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക വഴി വളരെ വലിയ വളർച്ചാ സാധ്യതയാണ് TCS മുന്നിലുള്ളത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി 10ാമത്തേത് അവസാനത്തേതായിട്ടുള്ള കമ്പനി അത് നോക്കാം. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ് 10ാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന കമ്പനി. ഇതോടുകൂടിയിട്ട് ബ്ലൂ ചിപ്പ് ഓഹരികൾ അവസാനിക്കുന്നില്ല. ഒരുപാട് ബ്ലൂ ചിപ്പ് ഓഹരികൾ വീണ്ടും ഉണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ബ്ലൂ ചിപ്പ് ഓഹരികളും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിനൊന്നും മടി കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 10ാമത്തെ ഓഹരിയിലേക്ക് കിടക്കാം.
പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്. കെമിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് പശ നിർമ്മാണ കമ്പനിയാണ്. ആർട്ട് മെറ്റീരിയലുകൾ, നിർമ്മാണ വസ്തുക്കൾ, മറ്റു വ്യാവസായിക രാസവസ്തുക്കൾ എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസും സാധാരണക്കാരന്റെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന പ്രോഡക്ട്സ് ആണ് നിർമ്മിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ വലിയ ലാഭം നേടിത്തരാൻ സാധിക്കുന്ന കമ്പനികളിൽ ഒന്നായിരിക്കും പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം പല വീടുകൾക്കും ചോർച്ചയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചോർച്ചയെ തടയാനായിട്ടുള്ള ഡോക്ടർ ഫിക്സിറ്റ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഫെവിക്കോള്, ഫെവിക്വിക്ക്, ഡോക്ടർ ഫിക്സിറ്റ്, എംസീൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും പിഡിലൈറ്റിൻ്റെതാണ്. പശ വ്യവസായത്തിന് പുറമെ സീലന്റുകൾ, കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനുകൾ തുടങ്ങി ഒട്ടേറെ രാസവസ്തുക്കളും കമ്പനിയുടേതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ 10 ബ്ലൂ ചിപ്പ് ഓഹരികളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച ശേഷം നിങ്ങൾക്ക് യോജിക്കുന്നു എന്ന് തോന്നിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ വെറും സജഷൻസ് ആണ്. ഇത് 100% നമ്മൾ ഗ്യാരണ്ടി തരുന്ന ഒരു കമ്പനിയും ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റും ഇന്ന് വിപണിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തം റിസ്കിൽ തന്നെ ഓഹരി വിപണിയിലും മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിൽ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗും യൂസ്ഫുള്ളുമായിട്ടുള്ള വീഡിയോസ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ആക്കാനായിട്ട് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.